വിശദമായ വാർത്തയിലേക്കാണ് കടക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ SIT അന്വേഷണം ശരിയായ ദിശയിലെന്ന് കോടതി. കേസിൽ പ്രതികൾ ആരും രക്ഷപ്പെടില്ല, പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കോടതി മേൽനോട്ടത്തിലാണെന്നും അല്പം സമയം കൂടെ SITക്ക് നൽകുമെന്ന് ഹർജിക്കാരോട് ഹൈക്കോടതി പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് പരാമർശം. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. SITക്ക് അന്വേഷണം ശരിയായ ദിശയിലെന്ന് കോടതി പരാമർശിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ അന്വേഷണത്തിന് കൂടുതൽ സമയവും അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, തന്ത്രി സമാജം, അതുകൂടാതെ തന്ത്രി സമാജവും അതുകൂടാതെ വിശ്വ ഹിന്ദു പരിഷത്തുമാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് വാദം കേൾക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി പ്രധാനമായും ഈ പരാമർശങ്ങൾ നടത്തിയത്. കാരണം ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിലുള്ള വിശ്വാസം ഹൈക്കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതൊരു മോഷണ കേസോ കൊലപാതക കേസോ അല്ല, ഇത് വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് കേസാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളെയും കണ്ടെത്തുക, ഈ ആളുകൾ തമ്മിൽ തട്ടിപ്പ് കേസിലെ ബന്ധം എന്താണെന്ന് വ്യക്തമാക്കുക, ഇവർ തങ്ങളിൽ എങ്ങനെയാണ് മോഷണം നടത്തിയിരിക്കുന്നത് കണ്ടെത്തുക, അങ്ങനെ ഒരു ശൃംഖല തന്നെ തീർത്തുകൊണ്ട് അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിൻ്റെ കൃത്യമായ രീതിയിൽ നീങ്ങാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നതെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. മാത്രവുമല്ല, ഈ പലർക്കും ഇതുവരെ 3 പേർക്കാണ് ജാമ്യം ലഭിച്ചത്. ആ 3 പേരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരായിരുന്നു. ഈ കേസിലുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട കക്ഷികളുമാണ് ഇവർ. പക്ഷേ ഇവർക്ക് ജാമ്യം കിട്ടുന്നതിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. അത്തരത്തിലുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക അസ്ഥാനത്താണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ തന്നെ ഒരു സ്വാഭാവിക ജാമ്യത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ കൂടി. നിലവിൽ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട്, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുകളിൽ സംസ്ഥാന സർക്കാർ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു. അതുകൊണ്ട് ആണ് ഇപ്പോൾ അന്വേഷണം മന്ദഗതിയിലാകുന്നതെന്നും പല പ്രധാനപ്പെട്ട കക്ഷികളും രക്ഷപ്പെട്ടു പോകുന്നു, രാഷ്ട്രീയ ബന്ധമുള്ളവർ രക്ഷപ്പെട്ടു പോകുന്നു എന്ന തരത്തിലൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF ഇപ്പോൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. സഭ സ്തംഭിപ്പിച്ചുകൊണ്ടും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിലേക്കും കളക്ട്രേറ്റുകളിലേക്കും ഒക്കെ മാർച്ച് നടത്തുന്നുണ്ട് UDF. BJP അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഹൈക്കോടതിയുടെ ഈ വിലയിരുത്തൽ. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഇടപെടലുകളും മറ്റു ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബാക്കി തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ വിശ്വാസം. ആ വിശ്വാസം ഇന്ന് വീണ്ടും ഹൈക്കോടതി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ വലിയ തരത്തിലുള്ള വിശ്വാസമുണ്ടെന്നും അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. 2019 ഈ വിഷയം നടക്കുന്നതെങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മുൻപ് നടന്ന ദ്വാരപാലക ശില്പത്തിലുമായി ബന്ധപ്പെട്ട് അന്ന് സ്വർണം പൂശിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളതിൽ ഒരു വലിയ തരത്തിലുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ കൃത്യമായി ഈ സ്വർണം മോഷ്ടിച്ച ആളുകളിലേക്ക് അന്വേഷണം എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. മാത്രവുമല്ല, കേസ് വിചാരണ സമയത്ത് എത്തുമ്പോഴേക്കും ഇതിലെ പ്രതികൾ എന്ന് പറയപ്പെടുന്നവർ രക്ഷപ്പെടാൻ ഒരിക്കൽ പോലും അവസരമുണ്ടാകാത്ത ഒരു സാഹചര്യം ഒരുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വലിയ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടും ചോദ്യം ചെയ്യലുകൾ നടത്തിക്കൊണ്ടും ഒക്കെ പ്രതികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അല്ലാതെ ധൃതി പിടിച്ചുള്ള ഒരു അന്വേഷണം അനിവാര്യമല്ല എന്ന് തന്നെയാണ് കോടതിയുടെ വിലയിരുത്തൽ. എന്തായാലും ഇന്നത്തെ ഹൈക്കോടതിയുടെ വിലയിരുത്തൽ കൂടി വന്നുകൊണ്ട് തന്നെ CBI അന്വേഷണം ഏകദേശം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഒരു പക്ഷേ ഇപ്പോഴെങ്ങും പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിലെ വിശ്വാസമില്ലായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വിശ്വ ഹിന്ദു പരിഷത്തും തന്ത്രി സമാജവുമൊക്കെ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ മറ്റ് എതിർപ്പുകളോ വിയോജിപ്പുകളോ ഇല്ലാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയും. ഈ കോടതിയുടെ വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനും ഒരു ആശ്വാസമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഈ ഹൈക്കോടതിയുടെ വിലയിരുത്തൽ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം.
ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.